മറ്റെല്ലാം താളത്തിലാണെന്ന് മനസ്സിലായി. നിങ്ങളുടെ അടിസ്ഥാനപരമായ താളം നിലനിൽക്കുന്നുണ്ടോ എന്നറിയാമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശ്വാസമാണ്. ശ്വാസതാളം. ശ്വാസതാളം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: ദ റിഥം ഓഫ് ബ്രീത്ത് ഓർ ബ്രീത്ത് റിഥം aligns mind, life and prana with natural order and harmony. ശ്വാസതാളം. ശ്വാസമാണ് പ്രാണന്റെ വാഹകനും ജീവിതത്തിന്റെ അടിസ്ഥാന താളവും. ശ്വാസത്തെ ബോധപൂർവം ക്രമപ്പെടുത്തി ശ്രദ്ധിക്കുമ്പോൾ മനസ്സും ചിന്തയും വ്യക്തിത്വവും ബന്ധങ്ങളും പരിസരവും ക്രമത്തിലാവുകയും പ്രകൃതിയുടെ പ്രാണതാളവുമായി അനുരൂപപ്പെട്ട ജീവിതം ശാന്തിയും സന്തുലിതാവസ്ഥയും സുസ്ഥിരതയും കൈവരിക്കാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇന്നത്തെ വിഷയം, ശ്വാസതാളം. ഏവർക്കും നമസ്കാരം. ശുഭകരമായിട്ട് ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന ആവർത്തിത പ്രവർത്തനങ്ങളുടെ, താളങ്ങളുടെ കഥയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോ താളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്നു. അതിനെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അതിനൊരു ക്രമം നമുക്ക് കണ്ടെത്താനാവും. അല്ലെങ്കിൽ ക്രമം എന്ന രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക. താളത്തെ മനസ്സിലാക്കുന്ന ക്രമം എന്ന രീതിയിലാണ്. അപ്പോ പ്രാണതാളം എന്ന് പറയുന്ന സമയത്ത് പ്രാണൻ എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവൻ, പ്രാണൻ, ശ്വാസം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമുക്കറിയാം ജീവിതം ചലനാത്മകമാണ്, അല്ലെ? ഈ വ്യക്തി ജീവിതം എന്ന് പറയുന്നത് പ്രാപഞ്ചിക ചലനത്തിന്റെ ഭാഗമാണ്. ഈ പ്രപഞ്ചത്തെയും വ്യക്തിയുടെയും ചലനമാണ് പ്രാണൻ. മനസ്സിലായോ? ജീവിതം എന്ന് പറയുന്നത് ചലനാത്മകമാണ്. നമ്മളുടെ വ്യക്തി ജീവിതം എന്ന് പറയുന്നത് പ്രാപഞ്ചിക ചലനത്തിന്റെ ഭാഗമാണ്. അപ്പോ പ്രപഞ്ചം ചലിക്കുന്നുണ്ട്, വ്യക്തി ചലിക്കുന്നുണ്ട്. പ്രപഞ്ചവും വ്യക്തിയും രണ്ടിന്റെയും ചലനമാണ് പ്രാണൻ എന്ന് പറയുന്നത്. ചലനാത്മകതയാണ് പ്രാണൻ. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ശ്വാസം. എന്റെ അകത്തും പുറത്തും. എനിക്ക് വെളിയിൽ എന്താണത്? പ്രപഞ്ചമാണ്, അല്ലെ? പ്രകൃതിയാണ്. അപ്പോ എനിക്ക് വെളിയിലുള്ള ആ ചലനത്തെയും അകത്തുള്ള ചലനത്തെയും ബന്ധിപ്പിക്കുന്നത് ശ്വാസമാണ്. ഈ ചലനം എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുക. അതിനെ ചലനാത്മകത അല്ലെങ്കിൽ ഡൈനാമിസം എന്ന് പറയുന്ന രീതിയിൽ, ചലിക്കാനുള്ള പൊട്ടൻഷ്യാലിറ്റി എന്ന രീതിയിലൊക്കെ നമുക്ക് വിപുലപ്പെട്ട് വ്യാഖ്യാനിച്ചു പോകാം. തുടക്കത്തിൽ ഇങ്ങനെ ലളിതമായി മനസ്സിലാക്കിയാൽ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാണനെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ശ്വാസം നിലച്ചാൽ ജീവൻ നിലയ്ക്കും, ജീവന്റെ പ്രവർത്തനം നിലയ്ക്കും. അപ്പോ ജീവന്റെ സമ്പൂർണ്ണ സഞ്ചാലനം പ്രാണനിലൂടെയാണ്. നമുക്ക് പലപ്പോഴും വായുവിന്റെ ചലനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാറില്ല. ഇതിലൊക്കെ വളരെ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ വളരെ സംഗതിയുള്ള കാര്യമാണോ എന്ന രീതിയിൽ ഇരിക്കും. 2 മിനിറ്റ് അത് കിട്ടാതിരുന്നാൽ മതി, കൃത്യമായിട്ടും കാര്യം മനസ്സിലാവും. ഇപ്പോ കാറ്റിനെ തള്ളി ഭേദിച്ച് ചിതറി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളില്ലേ? അങ്ങനെ കാറ്റിനെയൊക്കെ വിഭേദിച്ച് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനില്ലേ? അപ്പോ നമ്മൾ ഈ കാറ്റൊന്നും ഇല്ലെങ്കിൽ ഈ ട്രെയിനിന് കുറച്ചുകൂടി സ്പീഡിൽ ഓടിക്കൂടെ എന്നൊക്കെ നമുക്ക് തോന്നാം. അല്ലെങ്കിൽ കാറ്റ് നമുക്കൊരു വിഷയമായിട്ട് തോന്നില്ല. അത്രയും വലിയ ട്രെയിൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ കാറ്റ് വേണം. ഈ ഓടുന്ന മിക്കവാറും വലിയ വാഹനങ്ങളുടെ മുഴുവൻ, വമ്പൻ വാഹനങ്ങളുടെ മുഴുവൻ ബ്രേക്കിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് വായുവിലാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള വസ്തു വായുവാണ്. അപ്പോൾ ഇത് ശാസ്ത്രം, സാങ്കേതിക വിദ്യ, ഇവരൊക്കെ ഈ വായുവിന്റെ ഈ ഒരു ഫ്ലോയെ, അതിന്റെ ആ പ്രവാഹത്തിലൂടെ കൈമാറപ്പെടുന്ന ഊർജത്തെ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താണെങ്കിലും മനസ്സിലാക്കുക, ജീവന്റെ സമ്പൂർണ്ണ ചാലകത്വം എന്ന് പറയുന്നത് പ്രാണനിലൂടെയാണ്. അപ്പോ ഈ ശ്വാസം എന്ന് പറയുന്ന ആ ഒരു കാര്യം, നമ്മൾ പ്രാണനിലൂടെ, ശ്വാസത്തിലൂടെ പ്രാണൻ നമുക്ക് അകത്തേക്ക് പോകുന്നു. ആ ശ്വാസത്തിന് ഒരു സ്വാഭാവികമായിട്ടുള്ള താളമുണ്ട്. നമ്മൾ കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്ന അനുസരിച്ച് ശ്വാസത്തിന്റെ വേഗം കൂടും. ഊർജ്ജം കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ ശ്വാസത്തിന്റെ വേഗം കുറയും. മനസ്സും ശരീരവും ശാന്തമാകുന്ന സമയത്ത് പ്രവർത്തനങ്ങൾ കുറയുള്ളൂ. അപ്പൊ ശ്വാസം മെല്ലെയാകും. ഇതാണ് സഹജമായ അവസ്ഥ. അതായത് ശരീരം പതുക്കെയാവുന്നു, പതുക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നു. മനസ്സ് പ്രവർത്തിക്കുന്നത് വളരെ, ശരീരം പതുക്കെയാവുന്ന സമയത്ത് മനസ്സ് പതുക്കെ പ്രവർത്തിച്ചാൽ മതി.
അങ്ങനെ ശരീരവും മനസ്സും പതുക്കെ സ്വാഭാവികമായി മെല്ലെ പ്രവർത്തിക്കുന്നതാണ് സഹജാവസ്ഥ എന്ന് പറയുന്നത്. ഈ മാനസിക വിക്ഷുബ്ധത ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ പതുക്കെ ശ്വാസത്തിന് ക്രമപ്പെടുത്തി നോക്കും. പതുക്കെ ലളിതമാക്കിയ ശ്വാസത്തിന്റെ വേഗം ഒന്ന് കുറച്ചു നോക്കും. അത് പതുക്കെ മനസ്സും ശരീരവും ശാന്തിയിലേക്ക് വരും. ശ്വാസം ക്രമപ്പെട്ടാൽ സ്വാഭാവികതയിലേക്ക് മടങ്ങും. ഈ മെല്ലെ ശ്വസിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിന് പരിശീലനം ആവശ്യമാണ്. നമ്മുടെ ഈ ചയോഗ, പ്രാണധ്യാനം തുടങ്ങിയത് ശരീരതാളത്തെ പതുക്കെ ശുദ്ധീകരിക്കുന്നുണ്ട്, കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഈ പ്രാണനും ജീവിത ക്രമീകരണവും തമ്മിലൊരു ബന്ധമാണ്. പ്രാണൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ചലനാത്മകതയാണ്. ചലനാത്മകത അനുസരിച്ച് എനർജി വിത്ത് ഇന്റലിജൻസ് എന്നാണ് നമ്മൾ മറ്റൊരു രീതിയിൽ വിശദീകരിക്കാൻ കഴിയുക. എനർജി വിത്ത് ഇന്റലിജൻസ്. കാരണം ഈ എനർജി എന്ന് പറയുന്നത് എന്താണ്? ബോധത്തിന്റെ പ്രവാഹമാണ്. ബോധം ഏത് ദിശയിലേക്ക് പോകണം എന്നുള്ളതിന്റെ പ്രവാഹമാണ് ഊർജം എന്ന് പറയുന്നത്. ബോധത്തിന് അത് പ്യുവർ ഇന്റലിജൻസ് ആണ്. എന്ത്, എവിടെ, എപ്പോൾ, എങ്ങനെ എന്നുള്ളത് അറിയുന്ന, അത് പ്രയോഗിക്കുന്ന പ്യുവർ ഇന്റലിജൻസ് ആണ്. അതിന്റെ മിയർ ആപ്ലിക്കേഷനാണ് എനർജി എന്ന് പറയുന്നതെങ്കിൽ അതിന്റെ ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷനാണ്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഈ പ്രാണൻ എന്ന് പറയുന്നത്, എനർജി വിത്ത് ഇന്റലിജൻസ്. അതുകൊണ്ട് തന്നെ പ്രാണന് എപ്പോൾ, എവിടെ, എന്ത് ചെയ്യണമെന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ പ്രാണനുമായിട്ട് യോജിച്ച് നിൽക്കുക പറയുന്നത്. പ്രാണനുമായിട്ട് യോജിച്ച് നിന്ന് കഴിഞ്ഞാൽ ജീവിതം ക്രമപ്പെടും. നമ്മുടെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ, ബാഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം പ്രാണൻ ഏകോപിപ്പിക്കും. ഈ ശ്വാസതാളം എവിടെങ്കിലും തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരീരതാളം തടസ്സപ്പെടും. ശരിയല്ലേ? ശ്വാസതാളം ക്രമപ്പെട്ടാൽ ശരീരതാളം ക്രമമാകും. ശ്വാസതാളം ക്രമപ്പെട്ടാൽ മനസ്സിന്റെ താളം ക്രമപ്പെടും. ശ്വാസതാളം ക്രമപ്പെട്ടാൽ ചിന്തയുടെ താളം ക്രമീകരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ താളങ്ങളില്ലേ, ശരീരതാളം, മനസ്സിന്റെ താളം, ചിന്തയുടെ താളം, അല്ലേ? അത് മാത്രമാണോ? ചിന്ത ക്രമപ്പെട്ട് കഴിഞ്ഞാൽ വ്യക്തിത്വം ക്രമപ്പെടില്ലേ? വ്യക്തിത്വം ക്രമപ്പെട്ടാൽ ബന്ധങ്ങൾ ക്രമപ്പെടില്ലേ? ബന്ധങ്ങൾ ക്രമപ്പെട്ടാൽ പാരസ്പര്യം, പരിസരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ക്രമപ്പെടില്ലേ? എന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച സർവ്വതാളങ്ങളും ക്രമപ്പെടാൻ ഈ ഒരു താളത്തെ ക്രമീകരിച്ചാൽ മതി. പ്രാണതാളത്തെ ക്രമീകരിച്ച. അപ്പോ പ്രാണനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, പ്രാണനെ ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചൊരു ബോധം വേണം. അപ്പോ ഈ നമുക്ക് ശ്വാസം എന്ന് പറയുന്ന ഒരു അവസ്ഥ, പ്രാൺ ശ്വാസത്തിനകത്തു കൂടെയാണ് നമ്മുടെ അകത്തേക്ക് കയറുന്നത്. നമുക്കറിയാം, ഈ ശ്വാസത്തെ വിറ്റ്നസ് ചെയ്യുകയാണ് പ്രാണനെ അറിയാനുള്ള വഴി. അല്ലാതെ നമുക്ക് പ്രാണൻ ഏത് വഴി പോകുന്നു എന്ന് പ്രാഥമികമായിട്ട് അറിയില്ല. പിന്നീട് അറിയാൻ പറ്റും കേട്ടോ, പ്രാണൻ ഏത് വഴിക്ക് ചലിക്കുന്നു, എവിടെയാണെന്നുള്ളത്. പ്രാണന്റെ ചലനത്തെ നിങ്ങൾ സ്ഥിരമായിട്ട് അറിയേണ്ടത്. ഒരു തലവേദന വന്നു, നിങ്ങളുടെ ശരീരത്തിന്റെ ആ വേദന അനുഭവിക്കുന്ന ഭാഗത്തേക്ക് പ്രാണൻ കയറി നിൽക്കുന്നു, പ്രാണൻ അവിടേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണത്. വേദന അനുഭവിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ട്രെയിൻ, നിങ്ങളൊരു കയ്യിൽ ഒരു വെയിറ്റ് വെച്ച് നിൽക്കുന്നു, പെട്ടെന്ന് വെയിറ്റ് അവിടെ കൂടുന്നതായിട്ട് നമ്മൾ അനുഭവിക്കുന്നു. ആ അനുഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോധം ശ്രദ്ധ കൊടുക്കുന്ന അവസ്ഥയിൽ, ബോധം ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നിടത്ത് പ്രാണൻ കൂടുതൽ ചെല്ലുന്നുണ്ട്. അപ്പൊ ഇതുപോലെ പ്രാണൻ എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. എന്നാലും നമ്മൾ അതിനെ ബോധപൂർവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മള് ഈ ശരീരത്തിലെ ക്രമം, താളം, ഇത് തിരിച്ചറിയുന്ന ഒരു ബോധം നമ്മൾ ആദ്യം വളർത്തേണ്ടതുണ്ട്. ഈ പരിസര താളത്തെക്കുറിച്ച്, വ്യക്തിതാളത്തെക്കുറിച്ച്, പിന്നെ എന്താ പറയുക, ബന്ധങ്ങളുടെ താളത്തെക്കുറിച്ചൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെ ശ്രദ്ധിക്കുന്നതിനെ മാനേജ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? നമ്മുടെ ശ്വാസത്തെ നിരന്തരം ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ മറ്റു താളങ്ങളെ എല്ലാം ക്രമീകരിക്കുന്ന താളം ഇവനാണ്. ഇതിനെ നമ്മൾ ക്രമീകരിച്ചാൽ, ഇതിനെ കൃത്യമായിട്ട് കൊണ്ടുപോയാൽ ബാക്കിയുള്ള താളങ്ങൾ ക്രമീകരിക്കും. ഇതിനെ ഏത് ദിശയിൽ, ഏത് ആവൃത്തിയിൽ, ഏത് മുഖത്തിലേക്ക് കൊണ്ടുപോകണമോ അത് ബോധ്യപ്പെട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്തോ പുറത്തോ ഉള്ള എന്തിനേയും നമുക്ക് വരുതിയിലാക്കാൻ കഴിയും. അപ്പോ ശ്വാസബോധം ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്വാസത്തെ നിരന്തരം ശ്രദ്ധിക്കുക. ശ്വാസബോധം ജീവിതത്തെ കൃത്യമായിട്ട് ക്രമപ്പെടുത്തും.
ശ്വാസബോധം എന്ന് വെച്ചാൽ പ്രാണബോധമാണ്. ആ പ്രാണബോധത്തിലേക്ക് എത്തുന്നതിന്റെ ആദ്യ രൂപമാണ് ശ്വാസബോധം. ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിക്കുക. ശ്വാസത്തെ ശ്രദ്ധിക്കുമ്പോൾ ആ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും നമുക്ക് പതുക്കെ 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 വ്യക്തമായി വരും. ജീവിതഗതി വ്യക്തമായിട്ട് വരും. അത് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മളെ സഹായിക്കും. അങ്ങനെ വരുമ്പോ പ്രപഞ്ചത്തിന്റെ പ്രാണനുണ്ടല്ലോ, നേരത്തെ പറഞ്ഞു ചലനാത്മകത പ്രപഞ്ചത്തിന്റെ പ്രാണൻ. പ്രപഞ്ചത്തിന്റെ പ്രാണൻ നമ്മുടെ ഇച്ഛകളെ യഥോചിതം നടപ്പിലാക്കി തരും. കാരണം വെച്ചാൽ അറിയാം അതിന് നമ്മുടെ ഇച്ഛ എന്താണ്, നമ്മുടെ ആവശ്യം എന്താണെന്ന് പ്രപഞ്ച പ്രാണന് മനസ്സിലാവും. കാരണം നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ സ്ട്രീമിലാണ് നിൽക്കുന്നത്. എന്റെ പ്രാണനും പ്രപഞ്ചത്തിന്റെ പ്രാണനും രണ്ടല്ല എന്ന രീതിയിൽ നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് ഏകീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ പിന്നെ ഇവിടെ എന്താണുള്ളതെന്ന് അവിടെ അറിയും. അവിടെ അറിയുന്ന സമയത്ത് ആ പ്രപഞ്ച പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛകളെ കൃത്യമായിട്ട് നടപ്പിലാക്കി തരും. അപ്പോ നമ്മൾ നിരന്തരമായിട്ട് ചെയ്യേണ്ട കാര്യത്തിൽ എന്ന് വെച്ചാല് ആ പ്രാണശ്രദ്ധയിലായിരിക്കും. ഈ ധ്യാനമൊക്കെ ചെയ്യുന്നുണ്ട്. ധ്യാനമൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും പ്രാണനെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. പ്രാണശ്രദ്ധയിലായിരുന്നാൽ മതി. നമ്മൾ ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും ശ്വാസശ്രദ്ധയിലാവും. അതാണ് സദാ പ്രാണഗതി എന്ന് പറയുന്നത്. സദാഗതി എന്ന് പറയും. സദാ ഉണർന്നിരിക്കുന്ന സമയത്ത് മുഴുവൻ സദാസമയവും ശ്വാസബോധം നിലനിർത്തുന്ന ഒരവസ്ഥ. ശ്വാസബോധത്തെ അറിഞ്ഞ് അതായി തന്നെ നമ്മൾ ജീവിച്ചാൽ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടു വരും. ഈ ചയോഗം എന്ന് പറയുന്നത് അതിലേക്കുള്ള പ്രായോഗിക വഴിയാണ്. ചയോഗ സാധന എന്ന് പറയുന്നത്. അപ്പോ മനസ്സിലാക്കുക, ശ്വാസമാണ് സർവ ചലനങ്ങളുടെയും സർവ കാര്യങ്ങളുടെയും അടിസ്ഥാനം. ആ ശ്വാസത്തെ ക്രമീകരിച്ചാൽ ബാക്കി എല്ലാ താളങ്ങളും ക്രമീകരിക്കപ്പെടും. അപ്പൊ ശ്വാസതാളത്തെ അറിയുക, ശ്വാസതാളത്തെ ശ്രദ്ധയോടെ നിലനിൽക്കുക, ശ്വാസത്തിലായിരിക്കുക. അങ്ങനെ വരുമ്പോൾ ജീവിതമെല്ലാം തന്നെ അതിനനുസരിച്ച് ക്രമപ്പെടും. കേൾക്കുമ്പോൾ ബാലിശമായി തോന്നും, പക്ഷെ പ്രയോഗിക്കുമ്പോൾ മഹാത്ഭുതങ്ങൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് പ്രാണന്റെ ഈ ചാലനം എന്ന് പറയുന്നത്. അപ്പോ താളങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് താളമാണ്. ആ ശ്വാസതാളത്തെ അറിയുന്നതിനും അപ്പുറത്ത് വേറൊന്നും അറിയാനോ നിയന്ത്രിക്കാനോ അനുഭവിക്കാനോ നമുക്കില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്കും എത്തുവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.